ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസമാണിന്ന്. രാവിലെ 3 മണിയുടെ പ്രാർത്ഥന, കാല ദശ്ഹറ, വെളുപ്പാൻ കാല ജപം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥനകളാകുന്ന ശക്തവും അജയവുമായ ആയുധങ്ങൾ ഞങ്ങളെ അണിയിക്കുകയും അവളോടുകൂടെ ഞങ്ങൾക്കും നിൻ്റെ സ്വർഗീയ മണവറയിൽ സ്ഥാനവും അവകാശവും നൽകുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സങ്കീർത്തനം 85. കർത്താവേ, നിൻ്റെ ദേശത്തെ നീ കടാക്ഷിച്ചു, യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, നിൻ്റെ ദേശത്തെ നീ കടാക്ഷിച്ചു, യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു. ജനത്തിൻ്റെ ദുഷ്ടത നീ ക്ഷമിച്ചു, അവരുടെ പാപങ്ങളെല്ലാം പൊറുത്തു. കോപമെല്ലാം നീ ദൂരെ അകറ്റി, നിൻ്റെ ഉഗ്രകോപം പിൻവലിച്ചു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. നിൻ്റെ രോഷം പരിത്യജിക്കണമേ. എന്നേക്കും നീ ഞങ്ങളോട് കോപിക്കരുതേ. തലമുറകളോളം നിൻ്റെ കോപം നിലനിർത്തരുതേ. നീ ഞങ്ങളിലേക്ക് തിരിയണമേ, ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങളെ കാണിക്കണമേ. നിൻ്റെ രക്ഷ ഞങ്ങൾക്കേകണമേ. കർത്താവായ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ. തൻ്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു. ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവൻ്റെ രക്ഷ സമീപസ്ഥമാണ്. ദൈവമഹത്വം നാട്ടിൽ നിലനിൽക്കും. കൃപയും സത്യവും സന്ധിക്കും, ശാന്തിയും നീതിയും പരസ്പരം ആശ്ലേഷിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും, നീതി ആകാശത്തു നിന്ന് കടാക്ഷിക്കും. കർത്താവ് നന്മകൾ പ്രദാനം ചെയ്യും, ഭൂമി വിളവ് നൽകും. നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും, അവൻ്റെ നീർച്ചാലുകൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും. ബാവായ്ക്കും പുത്രനും റുഹാദുദാശയ്ക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തെസ്ബഹുത സ്തുതിഗീതം. അക്ഷയഭാഗ്യം നിത്യം പുണരും കന്യേ, നിന്നെ നമിച്ചിടും നേൻ. ഭൂസ്വർഗങ്ങളിലുന്നതി നേടിയ നാഥേ, നിന്നെ വണങ്ങിടും നേൻ. വിധിനാളിൽ നിൻ പ്രാർത്ഥന നിയതം ഞങ്ങൾക്കഭയം നൽകിയിടട്ടെ. അമ്മേ, നിൻ പ്രിയതനയൻ ഞങ്ങളിലെന്നും വാഴാൻ കൃപ ചെയ്യണമേ. അനുപമം അങ്ങേ ദിവ്യമഹത്വം വാഴ്ത്തിപ്പാടാൻ കഴിവില്ലേതും. ഭൂവിൽ നിന്നുമുയർന്നു ലസിക്കും ദൈവിക ഭവനം നീ താനല്ലോ. ബാവായ്ക്കും തിരുസുതനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. കാറോസൂസ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. വിശ്വാസം വഴി നിൻ്റെ കുരിശുമരണം വരെ നിന്നോട് ഐക്യം പുലർത്തുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് ശക്തി നൽകിയതുപോലെ ഞങ്ങൾക്കും മരണം വരെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വരം തരണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. തൻ്റെ ഏകപുത്രനെ മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി ബലിയർപ്പിക്കുന്നതിന് സന്തോഷപൂർവ്വം മറിയം സമ്മതം നൽകിയതുപോലെ ഞങ്ങൾക്കും സ്വയം ബലിയായി സമർപ്പിക്കുവാൻ ശക്തി തരണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, റൂഹായാൽ നിറഞ്ഞ് ലോകരക്ഷകനായ നിന്നെ ഉദരത്തിൽ വഹിക്കുകയും പോറ്റി വളർത്തുകയും നിൻ്റെ കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണതയിൽ പാലിക്കുകയും തൻ്റെ ജീവിതാന്ത്യത്തിൽ ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മയെന്ന് നിലനിൽക്കുന്നതിനു വേണ്ടി അവളുടെ തിരുനാളുകൾ ആഘോഷിക്കുവാനിടയാക്കിയ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹ കർത്താവേ, നിൻ്റെ അമ്മയെ വിസ്തൃതയാക്കുകയും അവളുടെ ജീവിതം വഴി ഞങ്ങൾക്ക് ഉന്മേഷം പകരുകയും ചെയ്ത നിൻ്റെ ഉന്നത ശക്തിക്ക് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. രാവിലെ 3 മണിയുടെ പ്രാർത്ഥന ഇതിനോടുകൂടെ അവസാനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.